വേദിയിലും മനസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നിവിടെ വന്നതിലും സ്ക്രീനിലൂടെ സംസാരിച്ചത് കേട്ടതിലും എന്റെ പുസ്തകം വായിക്കാനും മനസ്സിലാക്കുന്നതിലുള്ള സ്നേഹം ആദ്യം തന്നെ അറിയിക്കുകയാണ്. കെ പി രാമചന്ദ്രൻ മാഷ്, സജീവ് മാഷ്, ഷീല മാം, അങ്ങനെ ഒരു വലിയ നേരെ തന്നെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കി തന്ന ശശിമാഷോടും റോഹിതനോടും കുടുംബത്തിനോടുള്ള നന്ദി ഈ ഒരു അവസരത്തിലെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് കഴിയുന്ന നന്ദികളായി പോകും. ഒരു നന്ദി പറയേണ്ട കാര്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മകളെ പോലെ കണ്ടുകൊണ്ട് ശശിമാഷ് ആദ്യം തൊട്ട് അവസാനം വരെ കൂടെ നിന്നിട്ടുണ്ട്. അവർ തന്നിട്ടുള്ള ഒരു ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. അവരോട് നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. സാധ്യതയിൽ വരുമ്പോ വായിക്കപ്പെടട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അത് ഏത് തരത്തിലുള്ള വായനയ്ക്കും ഞാൻ കാത്തിരിക്കുകയാണ്. വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, അതിന്റെ പോസിറ്റീവ് സൈഡുകൾ ഉണ്ടാവട്ടെ, എല്ലാ തരത്തിലുള്ള വായനകൾക്കും വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പുസ്തകം ചെറിയ രീതിയിലൊക്കെ ആൾക്കാർ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്, പലരും അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ സന്തോഷമുണ്ട്. പക്ഷെ അതിലേക്ക് വരുമ്പോ ഒരിക്കലും ഇതിങ്ങനെ ഒരു പ്രകാശന ചടങ്ങിലേക്ക് എത്തും എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിമിഷം എന്ന് പറയും. ജീവിതത്തിലെ മുഴുവനായിട്ടും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു നിമിഷം. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എനിക്ക് ഓർമ്മയുണ്ടാവും. എന്റെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഷഹർസാദിന്റെ എഴുത്ത് നേരത്തെ കെ പി രമണൻ മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള ഏറ്റവും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒറ്റയ്ക്കായി പോയ ഒരു സമയത്ത് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. നോവൽ എന്ന് അതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ആ ഒരു എഴുത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷം ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചുമര് ഇടിഞ്ഞു വീഴുന്നത് പോലെ മനസ്സിലെ ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോയതായിട്ട് തോന്നുകയാണ്. സാറിന്റെ എഴുത്ത് എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ട് ഞാൻ എന്റെ വീട്ടില് അടച്ചിട്ടൊരു മുറിക്കകത്ത് എഴുതി വെക്കുകയും പിന്നീട് സുഹൃത്തായിട്ടുള്ള റൂബിയാണ് ആദ്യമായിട്ട് ഷഹർസാർ വായിക്കുന്നത്. റൂബി വായിച്ചിട്ട് ചേച്ചി ഇത് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ടാണ് റൂബിയോട് ഈ ഒരു ഷഹർസാറിനെ കുറിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് ആദ്യം പറയുന്നത് അവളാണ്. പിന്നീട് മാധു വായിക്കുകയുണ്ടായി, സനീഷേട്ടൻ വായിക്കുകയുണ്ടായി, രതീഷേട്ടൻ വായിക്കുകയുണ്ടായി. അപ്പൊ അവരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു വലിപ്പത്തെ കുറിച്ചും അതില് വന്നു വരുന്ന ചെറിയ ചെറിയ അല്ലെങ്കിൽ നടത്തിയിടുന്ന എഡിറ്റിങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തുകൊണ്ടോ അത് നീട്ടി വലിച്ച് വലുതാക്കാനുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു